മഴയിൽ മുങ്ങി കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല. മീനച്ചിലാറ്റിലെ വെള്ളം പടിഞ്ഞാറൻ മേഖലയിലെത്തി. ആർപ്പൂക്കര, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിലായി. പല വീടുകളിലും വെള്ളം കയറി തുടങ്ങി. കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ അവിടെ അത് വലിയ ദുരിതമാണ് സൃഷ്ടിച്ചത്. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ തെക്കേക്കരയിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒപ്പം ഈരാറ്റുപേട്ട നഗരം പൂർണ്ണമായും വെള്ളത്തിലായി. പിന്നാലെ പാലാ നഗരവും വെള്ളത്തിൽ അമരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്നും മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി ഇപ്പോൾ വെള്ളം കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആർപ്പൂക്കര പഞ്ചായത്തിലാണ്. ഇപ്പോൾ ആർപ്പൂക്കര പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. എനിക്കൊപ്പമുള്ളത് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ജയമോഹനാണ്. ഇപ്പോൾ ജയമോഹൻ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ പ്രദേശമാകെ വെള്ളത്തിലടിയിലാണോ? ഇതിപ്പോൾ നമ്മൾ ഈ അപ്പർ കുട്ടനാട് എന്ന് പറഞ്ഞാലും ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ആർപ്പൂക്കരയുടെ പടിഞ്ഞാറൻ പ്രദേശം, അതായത് ഇവിടുന്ന് ഒരു പിന്നെ അങ്ങ് നമ്മുടെ മഞ്ചാടിക്കരി വരെയും പാടശേഖരങ്ങളും താഴ്ന്ന പ്രദേശമാണ്. ഏറ്റവും പെട്ടെന്ന് വെള്ളം കയറും. ഈ പാല അതുപോലെയുള്ള മേഖലയിൽ ഉരുൾ പൊട്ടിയാൽ ആദ്യം വെള്ളം കയറുന്നത് ഇവിടെയാണ്. ഇപ്പോൾ നമ്മുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം താഴ്ന്നു നിൽക്കുകയായിരുന്നു ഇന്നലെയൊക്കെ. അതുകൊണ്ടാണ് കുറേ വെള്ളം ഉൾക്കൊള്ളാൻ പറ്റിയത്. പക്ഷേ ഇനി പാലായിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആ വെള്ളം കൂടെ വരുമ്പം ഇവിടെ ഇനിയും നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് 2018-ഒക്കെ രീതിയിലേക്ക് വെള്ളം വരാനുള്ള ഒരു സാധ്യത ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. എന്തായാലും ഇപ്പോൾ വീടുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വീടുകളിലെ ഉള്ളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീടുകളിലെ അകത്തേക്ക് മുമ്പ് ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി, വെള്ളം വീടിനുള്ളിലേക്ക് കയറി തുടങ്ങിയോ? സാധനങ്ങളും പൊക്കി വെക്കുകയാണ് ഞങ്ങൾ. ഈ വെള്ളം വരുന്നതിന് മുന്നേ ഉള്ള മുന്നൊരുക്കമാണോ? അതെ അതെ. ഈ മീനച്ചിൽ മേഖലയിൽ വലിയ തോതിലുള്ള മഴ പെയ്യുമ്പോൾ നിങ്ങൾ അതിനുള്ള മുന്നൊരുക്കോടെ ആരംഭിക്കുമോ? ആരംഭിക്കും. എല്ലാ പ്രാവശ്യവും ഒരുപാട് വെള്ളം കണ്ട നിങ്ങൾക്ക് ഈ വെള്ളം ഉറപ്പായി ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്? ഉറപ്പായും എത്തും. അപ്പോൾ ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ ആയി. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റുകയാണോ? ഇല്ല, ഇവിടെ തന്നെ എല്ലാം പൊക്കി വെക്കുകയാണ് നമ്മൾ പതിവ്. അതാണ്, ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ മുന്നൊരുക്കവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെ പൊക്കി ഉയർത്തി വെക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറിൽ ഇത് രൂക്ഷമായും ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പടിഞ്ഞാറൻ മേഖലയെ സംബന്ധിച്ച് കിഴക്കൻ മേഖല പോലെയല്ല. പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ എല്ലാ വർഷവും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ്. കാരണം വർഷാവർഷവും അവിടെ പെയ്യുന്ന മഴയുടെ ദുരിതം പേരുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ തന്നെയാണ്.